ഇത് ഭൂമിയാണ്. ഭൂമി ഒരു ഭൗതിക സൃഷ്ടിയാണ്. അതിൻ്റെ ഉൽപ്പത്തി എങ്ങനെയായിരുന്നാലും ഭൂമിക്ക് അതിരുകളില്ല. അതിരുകൾ ഉണ്ടാക്കുന്നത് മനുഷ്യനാണ്. ഭൂമിയിൽ മനുഷ്യൻ ഇടുന്ന അതിരുകൾ മനുഷ്യ മനസ്സുകളിലും അതിരുകളിലും. ഭൂമിയുടെ ഓരോ ഭാഗങ്ങളിൽ അതിരുകളിട്ട് രാഷ്ട്രങ്ങൾ നിർമ്മിക്കുന്നത് മനുഷ്യരാണ്. ഈ ഭൂമി മൊത്തം ഒന്ന് കുലുങ്ങിയാൽ എല്ലാ രാഷ്ട്രങ്ങളും കുലുങ്ങും. എൻ്റെ രാഷ്ട്രം കുലുങ്ങുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രവും കുലുങ്ങാതിരിക്കില്ല. ഒരു വേള ഭൂമി അജ്ഞാതമായ ഒരു അഗാധതയിലേക്ക് കൂപ്പുകുത്തിയാൽ ഞങ്ങൾ വരുന്നില്ലെന്ന് പറഞ്ഞ് ഒരു രാഷ്ട്രത്തിനും രക്ഷപ്പെട്ടു നിൽക്കാൻ കഴിയില്ല. കാരണം എല്ലാ രാഷ്ട്രങ്ങളും ഭൂമിയിലാണ് നിലനിൽക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചാണെങ്കിൽ ഇന്ത്യക്ക് പ്രകൃതിദത്തമായ 4 അതിരുകളുണ്ട്. വടക്ക് ഹിമാലയ പർവ്വതനിരകൾ, തെക്ക് ഇന്ത്യൻ മഹാസമുദ്രം, പടിഞ്ഞാറ് അറബിക്കടൽ, കിഴക്ക് ബംഗാൾ ഉൾക്കടൽ. എന്നാൽ എല്ലാ രാജ്യങ്ങൾക്കും പ്രകൃതിദത്തമായ അതിരുകളില്ല. ചില രാജ്യങ്ങൾക്ക് ചരിത്രവുമായി ബന്ധപ്പെട്ട തികച്ചും മനുഷ്യനിർമ്മിത അതിരുകളായിരിക്കും. പ്രകൃതിദത്ത അതിരുകളായാലും അല്ലാത്ത അതിരുകളായാലും അതിരുകളിട്ട് രാഷ്ട്ര നിർമ്മിതി നടത്തുന്നത് മനുഷ്യർ തന്നെയാണ്. ഓരോ രാഷ്ട്ര അതിരുകൾക്കുള്ളിൽ ജനിച്ചു ജീവിക്കുന്ന മനുഷ്യർക്ക് സ്വാഭാവികമായും അനിവാര്യമായും ആ രാഷ്ട്രത്തോട് ഒരു സ്വാർത്ഥ വിചാരം ഉണ്ടാകും. ആ സ്വാർത്ഥ വിചാരമാണ് രാഷ്ട്രസ്നേഹം. അതൊരു വികാരമാണ്, അതാവശ്യവുമാണ്. ലോകം രാഷ്ട്രങ്ങളായി വേറിട്ട് നിൽക്കുന്നിടത്തോളം അത് അനിവാര്യവുമാണ്. ഓരോ രാജ്യത്തിനും എഴുതപ്പെട്ടതോ എഴുതപ്പെടാത്തതോ ആയ ഭരണഘടനയും നിയമവ്യവസ്ഥകളും ഉണ്ടാകും. പ്രതീകാത്മകമായ ഒരു ദേശീയ പതാകയുണ്ടാകും. ദേശീയ ചിഹ്നങ്ങളും മുദ്രകളും ഗാനങ്ങളും ഒക്കെ ഉണ്ടാകും. നമ്മുടെ ഇന്ത്യക്ക് ഒരു എഴുതപ്പെട്ട ഭരണഘടനയുണ്ട്, നിയമവ്യവസ്ഥയുണ്ട്, ഔദ്യോഗികമായ ദേശീയ പതാകയുണ്ട്, ദേശീയ ചിഹ്നമുണ്ട്, ദേശീയ മുദ്രയുണ്ട്, ദേശീയ ഗാനമുണ്ട്, ദേശീയ ഗീതമുണ്ട്. അപ്പോൾ അവയെല്ലാം ബഹുമാനിക്കാൻ ഇന്ത്യയിലെ ഓരോ പൗരനും ബാധ്യസ്ഥവുമാണ്. എന്നാൽ ഏതെങ്കിലും വ്യക്തികളോ പ്രസ്ഥാനങ്ങളോ തങ്ങളുടേതായ രീതിയിൽ ഉയർത്തിക്കാണിക്കുന്ന പ്രതീകങ്ങളെയോ ബിംബങ്ങളെയോ ചിത്രങ്ങളെയോ ബഹുമാനിക്കാൻ രാജ്യത്തെ പൗരന്മാർക്ക് ബാധ്യതയില്ല. രാഷ്ട്ര താൽപ്പര്യങ്ങൾക്ക് നിരക്കുന്ന വിധത്തിൽ സർഗാത്മകമായി ഏത് പൗരനും രാഷ്ട്രസ്നേഹം പ്രകടിപ്പിക്കുന്നതിൽ തെറ്റില്ല. എന്നാൽ അത് ഇന്ത്യയുടെ ഔദ്യോഗിക ഭരണഘടനയെയോ നിയമവ്യവസ്ഥകളെയോ ഔദ്യോഗിക പതാകയെയോ ചിഹ്നത്തെയോ മുദ്രയെയോ ഗാനത്തെയോ ഗീതത്തെയോ ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടുള്ള ഒന്നിനെയും നിരാകരിക്കുന്നവയാകരുത്. സ്വന്തം നിലയിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കുന്നവയാകരുത്. രാഷ്ട്രസ്നേഹം ഒരു പൗരൻ്റെ ബാധ്യതയാണ്. അത് ആരുടെ മേലും അടിച്ചേൽപ്പിക്കേണ്ട ഒന്നല്ല. ഒരാൾ ജനിച്ചു വളർന്ന ഒരു കുടുംബത്തോട് അനിവാര്യമായും അയാൾക്കുണ്ടാകുന്ന സ്വാർത്ഥത പോലെയാണ് സ്വരാജ്യ സ്നേഹവും. ആ നിർദോഷ സ്വാർത്ഥത അതിരുവിടുമ്പോൾ അത് സങ്കുചിതത്വമാകുന്നു. രാഷ്ട്രസ്നേഹത്തിലെ ആ സങ്കുചിതത്വം അതിനുമപ്പുറം അതിരുവിട്ട് തീവ്ര ദേശസ്നേഹമാണ്, ഇൻറ്റൻസ് നാഷണാലിറ്റിയാണ്. അത്തരം അതിതീവ്ര ദേശീയവാദം അപകടമാണ്, കപടതയാണ്, അത് കുടിലതയാണ്. പണ്ട് അഡോൾഫ് ഹിറ്റ്ലർ പ്രചരിപ്പിച്ച രാഷ്ട്രീയ ആയുധങ്ങളിലൊന്നാണ് അതിതീവ്ര ദേശീയത. ജനങ്ങൾ രാഷ്ട്രത്തിനു വേണ്ടിയുള്ളതാണ്, രാഷ്ട്രം ജനങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല എന്നതായിരുന്നു ഹിറ്റ്ലറുടെ നയം. ആര്യേതര ജനതയെ വംശീയ ഉന്മൂലനം ചെയ്യുന്നതിന് പുറമെ വൃദ്ധരെയും ദുർബലരെയും കൊന്നുതള്ളുന്ന ഉന്മാദിയായിരുന്ന അതിക്രൂരനായ ഭരണാധികാരിയായിരുന്നല്ലോ ഹിറ്റ്ലർ. ആ ഹിറ്റ്ലറിസത്തെ ഒളിഞ്ഞും തെളിഞ്ഞും നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ഫാസിസ്റ്റുകൾ ഇന്നുമുണ്ട് ലോകത്ത്. നമ്മുടെ രാജ്യത്തുമുണ്ട് വർഗീയ ഫാസിസ്റ്റുകൾ. രാഷ്ട്രം ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ഹിറ്റ്ലർ പറഞ്ഞതുപോലെയല്ല, രാഷ്ട്രം ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്.
ജനങ്ങൾ രാഷ്ട്രത്തിന് വേണ്ടിയുള്ളതല്ല. രാഷ്ട്രം രൂപീകരിക്കുന്നത് ജനങ്ങളാണ്. അത് ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ഒരു ഭൂപ്രദേശം മാത്രമായി അതിരിട്ട് വച്ചാൽ അത് ഒരു രാഷ്ട്രമാകില്ല. അപ്പോൾ എന്താണ് രാഷ്ട്രം? എന്താണ് രാഷ്ട്രം അഥവാ സ്റ്റേറ്റ്? ഒരു നിശ്ചിത ഭൂപ്രദേശവും അവിടുത്തെ ജനങ്ങളും ആ ജനങ്ങളെ ഭരിക്കുന്ന ഭരണകൂട സംവിധാനങ്ങളും ചേർന്നതാണ് രാഷ്ട്രം അഥവാ സ്റ്റേറ്റ്. ഭൂപ്രദേശമില്ലെങ്കിൽ ജനങ്ങളില്ല. ജനങ്ങളില്ലെങ്കിൽ ഭരണകൂടവും ഉണ്ടാകേണ്ട ആവശ്യമില്ല. ജനങ്ങളെ ഭരിക്കാനാണ് ഭരണകൂടം. ഏതെങ്കിലും രാഷ്ട്രം ജനങ്ങളില്ലാത്ത ഒരു ഭൂപ്രദേശം കൈയടക്കി വെച്ചാൽ ജനങ്ങളുള്ള ആ രാഷ്ട്രത്തിൻ്റെ ഭാഗമായി മാത്രം ആ ഭൂപ്രദേശം നിലനിൽക്കും. ഏതൊരു രാഷ്ട്രത്തിൻ്റെയും അതിരുകളിട്ട ഭൂപ്രദേശം പ്രപഞ്ചത്തിലെ ഒരേ ഒരു ഭൂമിയുടെ ഭാഗം മാത്രമാണ്. ഭൂമിയുടെ ഏതെങ്കിലും ഒരു പ്രദേശത്ത് താമസിക്കുന്ന ജനങ്ങൾ അതിരിട്ട് വയ്ക്കുന്ന രാഷ്ട്രം ഭൂമിയുടെ ഒരു ഭാഗമായിരിക്കും. ഭൂമിയിൽ എവിടെയെങ്കിലും അല്ലാതെ രാഷ്ട്രം സ്ഥാപിക്കാനാകില്ല. ഭൂമിയിൽ നിന്ന് വേറിട്ട് ഒരു രാഷ്ട്രത്തിനും നിലനിൽപ്പുമില്ല. ഭൂമിയിൽ ഒരുപാട് രാഷ്ട്രങ്ങളുണ്ട്. ആ രാഷ്ട്രങ്ങളിലെ ജനങ്ങളെല്ലാം പരസ്പരം ആശ്രയിച്ചും സഹകരിച്ചുമാണ് ജീവിക്കുന്നത്. പ്രകൃതി വിഭവങ്ങൾ, ശാസ്ത്രത്തിൻ്റെ കണ്ടുപിടുത്തങ്ങൾ മുതലായവ പരസ്പരം പങ്കുവയ്ക്കുന്നു. എല്ലാ കാര്യങ്ങളിലും മറ്റ് രാഷ്ട്രങ്ങളെ ആശ്രയിക്കാതെയുള്ള ഒരു സ്വയം പര്യാപ്തത ഒരു രാഷ്ട്രത്തിനും കൈവരിക്കാനാകില്ല. കാരണം ഭൂമിയിൽ വിഭവങ്ങളുടെ ലഭ്യതയിൽ അസന്തുലിതത്വമുണ്ട്. എല്ലാ രാഷ്ട്രങ്ങളിലും മനുഷ്യനാവശ്യമായ എല്ലാ പ്രകൃതി വിഭവങ്ങളും ഇല്ല. ഉള്ളിടത്തു നിന്നും ഇല്ലാത്തിടത്തേക്കും സുലഭമായ ഇടങ്ങളിൽ നിന്നും ദുർലഭമായ ഇടങ്ങളിലേക്കും പല പല വിഭവങ്ങളുടെ കൈമാറ്റം നടക്കുന്നു. അങ്ങനെയാണ് വ്യാപാരം നടക്കുന്നത്. അതുപോലെ തന്നെ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളുടെ കാര്യത്തിലും സന്തുലിതത്വം ഉണ്ടാകില്ല. എല്ലാ രാജ്യങ്ങളിലും എല്ലാത്തരം കണ്ടുപിടുത്തങ്ങളും ഉണ്ടാകില്ല. കണ്ടുപിടുത്തങ്ങൾ തന്നെ ഉണ്ടാകാത്ത രാജ്യങ്ങളും ഉണ്ടാകും. കണ്ടുപിടിക്കുന്ന കാര്യങ്ങളും പങ്കുവയ്ക്കലുകളിലൂടെ ലോകം മുഴുവൻ വ്യാപരിക്കുന്നു. അങ്ങനെയാണ് ലോകം മുഴുവൻ ആധുനികവൽക്കരിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത്. അതുപോലെ തൊഴിലിനും വിദ്യാഭ്യാസത്തിനും വിനോദത്തിനും വേണ്ടി ലോകത്തെ എല്ലാ രാഷ്ട്രങ്ങളിലെ ജനങ്ങളും ദേശാന്തര ഗമനങ്ങൾ നടത്തുന്നുണ്ട്. സ്വന്തം രാജ്യത്തെ വിഭവങ്ങളെ ഉപയോഗിക്കൂ, സ്വന്തം രാജ്യത്തെ കണ്ടുപിടുത്തങ്ങളെ ഉപയോഗിക്കൂ, സ്വന്തം രാജ്യത്തെ തൊഴിൽ ചെയ്യൂ, സ്വന്തം രാജ്യത്തെ വിദ്യാഭ്യാസം ചെയ്യൂ, സ്വന്തം രാജ്യത്തെ സഞ്ചരിക്കൂ, സ്വന്തം രാജ്യമേ കാണൂ എന്നൊന്നും ഒരു രാഷ്ട്രത്തിലെയും ജനങ്ങൾക്കാകെ തീരുമാനിക്കാനാകില്ല. ഗതാഗത വാർത്താവിനിമയ രംഗത്തെ പുരോഗതിയുടെ ഫലമായി ലോകരാഷ്ട്രങ്ങൾ തമ്മിലുള്ള അകലം ഇന്ന് വളരെ കുറവാണ്. രാഷ്ട്രങ്ങൾ തമ്മിലുള്ള അകലം ഭൂപടത്തിലെ രേഖകൾ പോലെ ചുരുങ്ങിയിരിക്കുന്നു. ഇന്ന് ലോകം വിരൽത്തുമ്പിലാണെന്ന് പറയുന്നത് കേവലമൊരു ആലങ്കാരിക വാചകമല്ല, യാഥാർത്ഥ്യമാണ്. ലോകത്ത് ഇപ്പോഴും തർക്കങ്ങളും യുദ്ധങ്ങളും ഉണ്ടാകുന്നുണ്ട്. നാളെ ഉണ്ടാകാം. ലോകത്ത് തർക്കങ്ങളും യുദ്ധങ്ങളുമില്ലാത്ത ഒരു സ്വപ്ന ലോകം എന്നെങ്കിലും പൂവണിഞ്ഞെന്നും വരാം. എന്നാൽ ഒരു രാഷ്ട്രത്തിൻ്റെ ഭൂപ്രദേശം മറ്റൊരു രാഷ്ട്രത്തിൻ്റെ ഭൂപ്രദേശത്തോട് പോയി യുദ്ധം ചെയ്യില്ല. യുദ്ധം ചെയ്യുന്നത് രാഷ്ട്രങ്ങളിലെ ജനങ്ങൾ തമ്മിലാണ്. ലോകത്ത് തർക്കങ്ങളും യുദ്ധങ്ങളുമില്ലാത്ത സ്വപ്നലോകം യാഥാർത്ഥ്യമാകാനാണ് ലോകത്തെ ചിന്തിക്കുന്ന നല്ല മനുഷ്യരെല്ലാം ആഗ്രഹിക്കുക. ലോകത്തെവിടെയും ശാന്തിയും സമാധാനവും നിലനിൽക്കേണ്ടത് എല്ലാ രാഷ്ട്രങ്ങളുടെയും ആവശ്യമാണ്. ലോകത്തെവിടെയുമുള്ള നല്ലതോ നല്ലതല്ലാത്തതോ ആയ സംഭവങ്ങളും മാറ്റങ്ങളും എല്ലാ രാഷ്ട്രങ്ങളെയും സ്വാധീനിക്കും. ഭൂമി ഒന്നേ ഉള്ളൂ, അത് ലോകത്തെ എല്ലാവർക്കുമുള്ളതാണ്. അതിനെ രാഷ്ട്രങ്ങളായി വിഭജിച്ച് പങ്കുവച്ച് അനുഭവിക്കുന്നു എന്ന് മാത്രം. ഒരു രാഷ്ട്രത്തിലെ ജനങ്ങളെന്നാൽ ലോക ജനതയുടെ ഭാഗം മാത്രമാണ്. രാഷ്ട്രങ്ങളിലെ അംഗങ്ങൾക്ക് പൗരത്വ രേഖ ആവശ്യമായിരിക്കാം. എന്നാൽ ഭൂമിയിലെ ഒരു പൗരനാണെന്ന് കാണിക്കാൻ പ്രത്യേകിച്ച് ഒരു രേഖയുടെയും ആവശ്യമില്ല. കാരണം നിലവിൽ ഭൂമിയല്ലാതെ മനുഷ്യവാസമുള്ള മറ്റൊരു ഭൂമി പ്രപഞ്ചത്തിലില്ല. പറഞ്ഞു വയ്ക്കുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മളെല്ലാം നമ്മുടെ രാജ്യത്തെ പൗരന്മാരാണ്. എന്നാൽ അതിലുപരി നമ്മളെല്ലാം വിശ്വപൗരന്മാരും ആകണം. ഇപ്പോൾ ഒരു കുടുംബത്തോട് നമുക്ക് സ്വാർത്ഥമായൊരു സ്നേഹം ഉണ്ടായെങ്കിൽ മാത്രമേ നമ്മുടെ കുടുംബം നിലനിൽക്കൂ. അതുപോലെയാണ് നമ്മുടെ രാജ്യത്തോട് ഉള്ള സ്നേഹവും. മറ്റെല്ലാ താല്പര്യത്തിലുപരി
രാജ്യ താല്പര്യമായിരിക്കും നമ്മൾ മുൻപിൽ നിർത്തുക. പക്ഷേ അതിലെല്ലാം ഉപരി ഈ ഭൂമിയിലെ ഒരു ഭാഗമാണ് നമ്മുടെ രാജ്യം എന്നുള്ളത് കൊണ്ട് തന്നെ ഭൂമി ലോകത്തുള്ള എല്ലാ മനുഷ്യരും പരസ്പരം പങ്കുവച്ചും സഹകരിച്ചും ജീവിക്കേണ്ടവരാണ് എന്നുള്ളത് കൊണ്ടും നമ്മൾ നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കുമ്പോഴും നമ്മുടെ രാജ്യ താല്പര്യങ്ങളെ മുൻനിർത്തുമ്പോഴും നമ്മളെല്ലാവരും തന്നെ വിശ്വപൗരന്മാർ കൂടിയാണ് എന്നുള്ളൊരു ബോധം വേണം. ആ ഒരു ആഗോള വീക്ഷണം വേണം. അതല്ലാതെ അതിരുകടന്നതും യുദ്ധോത്സുകവുമായ രാഷ്ട്രസ്നേഹം മാനവികതയ്ക്ക് നിരക്കുന്നതല്ല. രാഷ്ട്രസ്നേഹത്തെ നമ്മൾ അടിവരയിടുമ്പോഴും വിശ്വസ്നേഹത്തെ നമ്മൾ ഒരിക്കലും അവഗണിക്കാൻ പാടില്ല. നമ്മളെല്ലാം ലോകത്തെ മനുഷ്യരാണ്.